നിന്നുകൊണ്ട് ബൈബിൾ എടുത്ത് എഫേസ്യ ലേഖനം 5:1 വായിക്കുക. യേശു ഇപ്പോൾ നിങ്ങൾ എന്താ ചെയ്തത്? എഫേസ്യ ലേഖനം 5:1 അവിടെ നിന്നുകൊണ്ട് വായിക്കുക. ഗലാത്യ ലേഖനം 5:1. മതി 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 എല്ലാം ഓടിപ്പോകുമ്പോൾ നമുക്ക് ഒന്നും കിട്ടാണ്ടാകുന്നു. എല്ലാവരും എടുത്തോ. ഇനി നിങ്ങൾ തിരിഞ്ഞ ഡയറക്ഷൻ നിൽക്കുക. ഏത് ഡയറക്ഷനിലാണോ തിരിഞ്ഞ അങ്ങോട്ടേക്ക് തന്നെ നിൽക്കുക. ആ ഭാഗത്തേക്ക് ആ ഡയറക്ഷൻ നിന്നിട്ട് ഇനി വായിക്കുക. എന്തിനാ നിങ്ങളുടെ ഡയറക്ഷൻ മാറ്റി? ഇപ്പോൾ നിങ്ങൾ ഏത് സിസ്റ്റത്തിൽ നിന്ന് സ്വതന്ത്രമായേ? ലോക സിസ്റ്റത്തിൽ നിന്ന് സ്വതന്ത്രമായി. 5:1 ഗലാത്യ ലേഖനം 5:1. അമ്മേ എല്ലാവരും ഒരുമിച്ച്. അതുകൊണ്ട് ഇനി വീണ്ടും ഒന്നുകൂടി വായിക്കേ. ആദ്യം മുതലൊന്ന് വായിക്കേ. ഹല്ലേലൂയ. ചിലര് പറഞ്ഞില്ല. പറയുന്നതിന് വലിയ കാര്യമുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ വായിക്കുന്നത് വിശുദ്ധ വേദപുസ്തകമാണ്, ദൈവവചനമാണ്. അത് റിപ്പീറ്റ് ചെയ്യണതിന് ഒരു വിഷയവും ഇല്ല. ദൈവമക്കൾക്ക് വളരെ സന്തോഷമായിരിക്കും. യെസ്, ഉറക്കെ വായിച്ചേ. എവിടെന്നാ സ്വതന്ത്രമാക്കിയേ? ഗലാത്യ ലേഖനം 1:3 വായിക്കേ. 1:3 വായിക്കേ. അതേ എല്ലാവരും ഒരുമിച്ച് നിൽക്കട്ടെ. നിങ്ങൾ ഇത്ര സ്പീഡ് അവർക്കില്ല. എടുത്തോ. 1:3. മതി. ഇപ്പോഴത്തെ ദുഷ്ടലോകത്താണ് നമ്മളെ വിടുവിച്ചേ. നിങ്ങളെയൊക്കെ ഇപ്പോഴത്തെ ദുഷ്ടലോകം എന്നാ വിടുവിച്ചത്. ആ ജയിൽ, ലോകമാകുന്ന ജയിലിൽ നിന്ന് നിങ്ങളെ വിടുവിച്ചേ. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളെ ഉറക്കി കിടത്തിയിരുന്ന ആ ലോക സിസ്റ്റത്തിൽ നിന്ന് നിങ്ങളെ വിടുവിച്ചേ. ഇനി വീണ്ടും അതിൽ കുടുങ്ങി പോകരുത്. മനസ്സിലായോ? വീണ്ടും അതിൽ കുടുങ്ങി പോകരുത്. ബൈബിള് നമ്മളോട് ആജ്ഞാപിക്കുന്നത് ഏറ്റെടുക്കാൻ പറ്റുമോ? വീണ്ടും അതിൽ കുടുങ്ങി പോകരുത്. ഒരു തീരുമാനത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാം. അവനവൻ്റെ സീറ്റുകളിൽ ഇരുന്നാട്ടെ. ഒരു തീരുമാനത്തോടെ. ഗ്ലോറി. ഹല്ലേലൂയ. നിങ്ങളിൽ അനേകരെ കർത്താവ് ഇപ്പോൾ സ്വതന്ത്രമാക്കി കഴിഞ്ഞു. രക്ഷിക്കപ്പെട്ടെങ്കിലും രക്ഷിക്കപ്പെടാത്ത ജനമായിരുന്നു. ആത്മാവിൽ രക്ഷ അനുഭവിച്ചുവെങ്കിലും സോളിൽ രക്ഷ അനുഭവിക്കാത്ത ജനം. എന്നാൽ ആ സോൾ ഇന്ന് രക്ഷയുടെ യാത്രയിലാണ്. ആമേൻ. നമ്മുടെ വിശ്വാസയാത്രയുടെ അവസാനമാണ് സാൽവേഷൻ ഓഫ് ദ സോൾ. അതാണ് 1 Peter chapter 1:9 പറയുന്നത്. 1 പത്രോസ് 1:9. മലയാളം ട്രാൻസ്ലേഷൻ കറക്റ്റ് അല്ല. അവിടെ വീണ്ടും ആത്മാവെന്ന് എഴുതി വെച്ചേക്കണം. ആത്മാവല്ല. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നോക്കുമ്പോൾ സോളാണ്. ആമേൻ. നമുക്ക് ആ ഭാഗം മറ്റൊരു സമയത്ത് ചിന്തിക്കാം. എന്നാൽ ഇനി ചില ഡെമോൺസ്ട്രേഷനുകളിലൂടെ, ഇന്നത്തെ ഉച്ചത്തെ ഭക്ഷണം ഒരല്പം വൈകും, കാരണം ഈ ഡെമോൺസ്ട്രേഷൻ കഴിഞ്ഞിട്ടേ ഭക്ഷണമാകത്തുള്ളൂ. ഡെമോൺസ്ട്രേഷനിലൂടെ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ പോവുകയാണ്. അതിൻ്റെ കാരണം കേൾക്കുന്ന കാര്യങ്ങളെക്കാൾ കാണുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ ആഴമുണ്ട്. കാണുന്ന കാര്യങ്ങളെക്കാൾ അനുഭവിക്കുന്ന കാര്യങ്ങൾക്ക് വീണ്ടും ആഴമുണ്ട്. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ കാണുകയും അനുഭവിക്കുകയൊക്കെ ചെയ്യാൻ പോവുക. ഇപ്പോൾ ഇതിൽ പങ്കെടുക്കുന്നവർ അനുഭവിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് കാണാനേ പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ ഓരോരുത്തരുടെ അണ്ടർസ്റ്റാൻഡിങ് ലെവലും അവരുടെ അത് അനുഭവിക്കുന്ന ലെവലും മാറ്റം ഉണ്ടാകും. ഇത് കാണാതെ ഇതിൻ്റെ ഓഡിയോ മാത്രം കേൾക്കുന്നവർക്ക് ഇതിലും കുറവായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ സഹോദരങ്ങളൊക്കെ തയ്യാറാണല്ലോ അല്ലേ? അവരവരുടേതായ ക്ലോത്തുകൾ കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടല്ലോ. ഗ്ലോറി. അവസാനം ഇവിടെ വരുമ്പോൾ അയ്യോ അതില്ല ഇതില്ലെന്നൊന്നും പറയരുത്. എവരിതിങ് റെഡി? ശ്രദ്ധിക്കുക. ഇന്ന്
ദൈവ മക്കളെ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ, അല്ലാത്തവരുടെ കാര്യം അവർ ഉറങ്ങുകയാണ്, അവർ മരിച്ചവരാണ്. മരിച്ചവരുടെ കൂട്ടത്തിൽ കിടത്തി ഉറക്കുകയാണ്. സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചാൽ അങ്ങനെ ഇരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ബോധം കെടുത്താൽ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി ബോധം കൊടുത്താൽ ഇഞ്ചക്ഷൻ കൊടുത്താൽ അങ്ങനെ ഇരിക്കും. ഇതേപോലെയാണ് ഇന്നത്തെ വീണ്ടെടുക്കപ്പെട്ട ജനം ലോകത്തിൽ. ദൈവവചനം പറയുന്നു അവർ മരിച്ചവരുടെ ഇടയിൽ കിടന്ന് ഉറങ്ങുക. ആമേൻ. നിങ്ങൾക്ക് സ്ക്രീനിൽ ഇത് കാണാം. എഫെസ്യർ 5:14 പറയുകയാണ്, Wherefore he said, Awake thou that sleepest, and arise from the dead, and Christ shall give thee light. മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക. ആരോടാ പറഞ്ഞേ? തെക്കേ വീട്ടിലെ പറ. എന്നോടാ പറഞ്ഞേ. എഴുന്നേറ്റില്ലേ? അതിൻ്റെ ഒരു ഡൊമോയായി എഴുന്നേറ്റ് തിരിഞ്ഞതൊക്കെ ഒന്ന് കാണിച്ച്. ഇനിയും കുടുങ്ങി പോകരുന്നൊക്കെ വായിച്ചത്. ആമേൻ. ഹല്ലേലൂയ. ഇത് കിടക്കുന്ന കിടപ്പുണ്ടോ? ആ ജയിലിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കിടപ്പാ. ഇത് അപ്പുറത്തൊരു ഇഞ്ചക്ഷൻ്റെ പടം കാണിച്ചിട്ടുണ്ട്, സ്ലീപ്പിംഗ് പിൽസിൻ്റെയും പടം കാണിച്ചിട്ടുണ്ട്. ഇതങ്ങ് അടിച്ചങ്ങ് കിടത്തിയിരിക്കുക. ആമേൻ. ആ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ആ സ്ലീപ്പിംഗ് പിൽസാണ് ദ സിസ്റ്റം ഓഫ് ദിസ് വേൾഡ്, ഈ ലോകത്തിൻ്റെ സംവിധാനം. ഇതിൽ അവനെ കിടത്തി ഉറക്കിയത് കൊണ്ട് അവൻ കിങ്ഡം എന്ന് പറഞ്ഞൊരു സാധനത്തെക്കുറിച്ച് ചിന്തിക്കുന്നതേയില്ല. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്റ്റ്, പിതാവ് തരാൻ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റ്, യേശുവിന് മുമ്പ് വന്ന യോഹന്നാൻ പ്രസംഗിച്ച സബ്ജക്റ്റ്, യേശു പ്രസംഗിച്ച ഏക പ്രസംഗ വിഷയം, യേശു പറഞ്ഞത്, യേശു പ്രവർത്തിച്ചത്, ശിഷ്യന്മാരോട് പ്രസംഗിക്കാൻ പറഞ്ഞത്, അപ്പസ്തോല പ്രവൃത്തി ആരംഭിക്കുന്നത്, അപ്പസ്തോല പ്രവൃത്തി അവസാനിക്കുന്നത്, ഫിലിപ്പോസ് പ്രസംഗിച്ചത്, പൗലോസ് പ്രസംഗിച്ചത്, ദൈവം തരുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ അവസാനം അവകാശമാക്കേണ്ടത്. മിണ്ടുന്നില്ല. ബൈബിൾ കോളേജിലെ സിലബസുകളിൽ പോലുമില്ല. മനസ്സിലായോ? അതിൻ്റെ കാരണം ഈ സ്ലീപ്പിംഗ് പിൽസ് ഇട്ട ബോധം കെടുത്തിട്ടിരിക്കുക. ദ സിസ്റ്റം ഓഫ് ദിസ് വേൾഡ്. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് അല്പമായിട്ട് സിസ്റ്റം ഓഫ് ദ വേൾഡിനെ ഇവിടെ നിന്ന് അഭിനയിച്ച് കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ, കുറച്ചൊരു ഐഡിയ കിട്ടും. ആമേൻ. ഹല്ലേലൂയ. പൂർണ്ണ ഐഡിയ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് തരട്ടെ. ശ്രദ്ധയോടെ നമുക്കതിനെ വാച്ച് ചെയ്യാം. ഗ്ലോറി. തയ്യാറാണോ? ഈ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം അവർ ആദ്യമായിട്ട് ഇന്നലെ രാത്രിയിൽ ഒരു അല്പസമയത്തെ ട്രെയിനിങ്ങാണ് ഉള്ളൂ. ആമേൻ. അതൊരു കുറവുകളുള്ളത് ക്ഷമിക്കണം. ഓർഗൻ വായിക്കുന്ന സഹോദരൻ ഇതിനനുസരിച്ച് ഓർഗൻ കൊടുക്കണം. ആമേൻ. ഗ്ലോറി. ഹല്ലേലൂയ. ഫാദർ, സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. വാ. ഗ്ലോറി. നിങ്ങളുടെ സ്ഥലങ്ങളിലായിരുന്നാട്ടെ. ക്യാമറകളൊക്കെ പ്രോപ്പറായിട്ട് വെച്ചിരിക്കുക. ഒന്നും മിസ്സായി പോകരുത്. കാരണം അനേകർക്ക് ഇതൊരു അനുഗ്രഹമായി തീരണം. യെസ്. ഈ കർട്ടൻ ഒന്ന് പൊക്കിയിട്ട്, സ്ക്രീൻ ഒന്ന് പൊക്കിയിട്ടേ. നിങ്ങൾ മാക്സിമം ഒട്ടേക്ക് ഇറങ്ങി നിൽക്കുക. Glory. Hallelujah. തിരിച്ചു വരുമ്പോൾ അപ്പുറത്ത് നോക്കണം. തിരിച്ചു വരുമ്പോൾ അപ്പുറത്ത് നോക്കണം. ഓക്കെ. പ്രിയ സഹോദരങ്ങളെ, ഇതാണ് ജീവവൃക്ഷം.
ഈ ജീവവൃക്ഷത്തിൻ്റെ ഇവിടെ 4 മേഖലകളുണ്ട്. ശരിക്കും ഈ ജീവവൃക്ഷത്തിൻ്റെ അപ്പുറമാണ് നിത്യജീവൻ, എറ്റേണൽ ലൈഫ്. ആമേൻ. ഇത് ചിലപ്പോൾ താഴെ വീണാലും നിങ്ങൾ അത് മനസ്സിലാക്കിക്കൊള്ളുക, ഇതിൻ്റെ അപ്പുറമാണ് എറ്റേണൽ ലൈഫ്. എന്നാൽ ഇതാണ് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം. ഈ മേഖലയാണ് ലൈഫ്, ജീവന്റെ മേഖല. ഇവിടെയാണ് ഏദൻ തോട്ടം, ഇവിടെയാണ് ആദത്ത് നിർത്തിയിരുന്നത്. ഉൽപ്പത്തി 2:7 മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു, അവനിവിടെ ജീവനുണ്ട്. എന്നാൽ ഇതിൻ്റെ അപ്പുറമാണ് ലോകം. ലോകത്തിൽ മരണം. ലോകം അന്ധകാരത്തിന്റെ മണ്ഡലമാണ്. ഇവിടെയാണ് മരണം വ്യാപരിക്കുന്നത്. ആമേൻ. എന്നാൽ ഇത് കഴിഞ്ഞ് ഈ മേഖലയ്ക്ക് ഇപ്പുറം വരുമ്പോൾ ഇതാ മരണമല്ല, നിത്യമരണമാണ്. ആമേൻ. ഗ്ലോറി. അപ്പം 4 മേഖലകൾ നിങ്ങൾക്ക് കാണാം. ജീവവൃക്ഷത്തിന്റെ അപ്പുറം നിത്യജീവന്റെ മണ്ഡലം, ഏദന്റെ മണ്ഡലം, ജീവന്റെ മണ്ഡലം. എന്നാൽ ലോകത്തിന്റെ മണ്ഡലം മരണത്തിന്റെ മണ്ഡലം, ജയില, കൊല്ലാൻ കൊണ്ടുപോയി ഇടുന്ന ജയില. ആമേ. ഇനി അവിടുന്ന് ഒരുത്തനെ പുറത്തിറക്കിയാൽ ഇതാ എറ്റേണൽ ഡെത്തിന്റെ മണ്ഡലം. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി. ഹല്ലേലൂയ. ഇനി നമ്മൾ ഒരിക്കലും എറ്റേണൽ ഡെത്തിലേക്ക് പോകണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നത് ദൈവപുത്രന്മാരായി വെളിപ്പെടാനാണ്. റോമൻസ് 8:29. ആമേൻ. ഹല്ലേലൂയ. ഇത് തൽക്കാലം വെക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് തിരിച്ചു വെക്കുകയാണ്. ഇനി ഇതിൻ്റെതായ ആ അഭിനയത്തിലേക്ക് പിശാചും കൂട്ടരും ലോക സിസ്റ്റം അലങ്കരിക്കുന്ന അവർ. നിങ്ങൾ ഈ ഭാഗത്ത് നിൽക്കുക. ഓക്കെ. ഇന്നലെ എങ്ങനെയാണ് നിന്ന് ആ രീതിയിൽ നിൽക്കണം. ചുമ്മാ കയറി നിൽക്കാതെ ഇന്നലെ എങ്ങനെ നിന്നോ ആ രീതിയിൽ നിൽക്കാം. ആ യെസ് യെസ്. ഗ്ലോറി. ഹല്ലേലൂയ. ഇന്നലെ ഇന്ന് അതേ ലെവലിൽ നിൽക്കണം. ഓ ഗ്ലോറി ടു ജീസസ്. യെസ്. അതേ സിസ്റ്റർ ഇങ്ങോട്ട് വാ. ഇവിടെ നിന്ന് അറിയാമല്ലോ. ഇതങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി സാരില്ല. നിലത്ത് കാണിച്ചേ. നിലത്ത്. ഓക്കെ. എങ്ങനെയിട്ട് കുലിക്കാൻ മതി. മനസ്സിലാവുന്നുണ്ടോ? ഇന്നലെ വർക്ക് ചെയ്തായിരുന്നു. ഇന്നെന്ത് പറഞ്ഞു. ഓക്കെ. ലോകത്തിന്റെ മണ്ഡലത്തിലാണ് പിശാചും കൂട്ടരും. ഇവരൊക്കെ ഇത് ലൂസിഫർ, ഇവരെല്ലാം ലോക സിസ്റ്റത്തെ ഈ ലൂസിഫറിന്റെ കീഴിലുള്ള മറ്റ് ഒഫീഷ്യൽസ് ആണ്. പിശാചുകൾ തന്നെയാ പലതും. നമുക്കറിയാം, ബൈബിൾ വായിക്കുമ്പോൾ പാഴ്സി രാജ്യത്തിന്റെ പ്രഭു, യവന രാജ്യത്തിന്റെ പ്രഭു, ഇങ്ങനെയുള്ള പല ഒഫീഷ്യൽസ് ആണ്. ഇവർക്ക് ഓരോരുത്തർക്കും ഡ്യൂട്ടി ഉണ്ട്. ഇത് ലോക സിസ്റ്റം നിയന്ത്രിക്കുന്ന ഇത് കറൻസി സിസ്റ്റംസ് നിയന്ത്രിക്കുന്ന പുള്ളിക്കാരനാണ്. വിദ്യാഭ്യാസം മറ്റുള്ള കാര്യങ്ങളെല്ലാം പുള്ളിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇത് മനുഷ്യനെ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, അതിൽ ജഡമോഹത്തിൽ കൊടുക്കുന്ന വ്യക്തിയാണ്. ഇതാണ് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ വേഷമാണ്. ജഡമോഹത്തിൽ മനുഷ്യനെ
കൊടുക്കുന്ന വീഴ്ത്തുന്ന ശക്തിയാണ്. ആമേൻ. ഒരു മനുഷ്യൻ പാപത്തിൽ വീണാൽ അവനെ ശിക്ഷിക്കുവാൻ, അതായത് ഇവിടെ ജഡമോഹത്തിൽ വീണു കഴിഞ്ഞാൽ അവനെ അടിക്കുവാൻ, അവനെ എത്രത്തോളം ദ്രോഹിക്കാമോ അത്രത്തോളം ദ്രോഹിക്കുവാൻ നിർത്തിയിരിക്കുന്ന, പിശാചിന് ഇടം കൊടുത്താൽ അടിക്കാൻ നിർത്തിയിരിക്കുന്ന ഇതാ ദൂതനാണ്, ചാട്ടയാണ്. ഇതിന്റെ അടി കിട്ടിയാൽ അവൻ രോഗിയായിത്തീരും. ഇതിന്റെ പരിഹാരമായിട്ടാണ് യേശു അടിയേറ്റത്. ആമേൻ, ഹല്ലേലൂയ. തുടർന്ന് ജഡമോഹം മാത്രമല്ല, കൺമോഹം. യെസ്, കണ്ടോ, കൺമോഹം. ഇങ്ങനെ കൺമോഹം കൊണ്ട് അത് കാണുന്നതല്ല എനിക്ക് വേണം, കാണുന്നതല്ല എനിക്ക്, അവക്കൊണ്ട് എനിക്കും വേണം, ഈ ഒരു മോഹം ജനിപ്പിക്കുന്ന ഒരു പ്രത്യേക ശക്തിയാണിത്. ഇതാണ് ജീവിതത്തിന്റെ പ്രതാപം. കിരീടങ്ങൾ, ജീവിതത്തിന്റെ പ്രതാപങ്ങൾ നൽകുന്ന ഇത് ശക്തിയാണത്. ഇത് കാണിച്ചുകൊണ്ടാണ് ഈ ലോക സിസ്റ്റം മനുഷ്യരെ പ്രലോഭിപ്പിക്കുന്നത്. നിന്നെ ഇന്നതാക്കി മാറ്റാം എന്ന് പറഞ്ഞാണ് പ്രലോഭിപ്പിക്കുന്നത്. അത് കിരീടങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കും. യേശുവിന്റെ മുമ്പിൽ ഇതേപോലെ കിരീടങ്ങൾ കൊണ്ടുവന്നത് ലോകവും അതിന്റെ സകല മഹത്വവും നാട്ടി കാണിക്കുക, അതിന്റെ സകല മഹത്വവും കാണിച്ചു കൊടുക്കുകയാണ്. മനസ്സിലായോ? നീ എന്റെ സിസ്റ്റത്തെ ഒന്ന് നമസ്കരിച്ചാൽ ഇതെല്ലാം നിന്റേതാകും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ നമസ്കരിച്ചാൽ അതോടുകൂടെ യേശുവിന്റെ കണ്ണു മൂടിയനെ. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ യേശു ആ സിസ്റ്റത്തെ നമസ്കരിക്കാൻ പോയില്ല. ആമേൻ, ഹല്ലേലൂയ. ഇനി ഇത് കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിലൂടെ മനുഷ്യന് അല്പനേരെ പോകത്തുള്ളൂ. ഇത് ജയിലാ. ജയിലിൽ അധികം നേരം ഇടത്തില്ല. കാരണം ജയിലിൽ ഇവനിട്ടേക്കണം എന്തിനാ? കൊല്ലാനാ, ശിക്ഷ നടപ്പിലാക്കാനാ. അധിക നേരം ഇവനെ ഇടത്തില്ല. ഇവൻ ഇതിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇവരെല്ലാവരും ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവന്റെ സമയത്തെ അപഹരിക്കുക. പിതാവ് ഇവന് കൊടുത്ത സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ പറഞ്ഞതിനെ അപഹരിച്ചെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അതോടുകൂടെ സമയം തക്കത്തിൽ ഉപയോഗിക്കുന്നത് ആ സമയം അപഹരിച്ചെടുത്താൽ പിന്നെ ഇവന് സമയം ഉപയോഗിച്ച് ജീവൻ നേടാൻ പറ്റത്തില്ല. ഇവന്റെ ജീവൻ നേടി ഇവൻ ജീവവൃക്ഷത്തിന്റെ അപ്പുറത്ത് ഒരു ദൈവപുത്രനായി കിടക്കേണ്ടവനാണ്. അതിനാണ് ഇവന്റെ പിതാവ് ഇവനെ മുൻ നിയമിച്ചത്. പക്ഷേ ഇവനെ പുറകിലോട്ട് തിരിഞ്ഞു നോക്കാൻ അനുവദിക്കാതെ, ഇവന്റെ അപ്പനെ കുറിച്ച്, അപ്പന്റെ വീടിനെ കുറിച്ച്, അപ്പൻ്റെതായ ആ സ്നേഹത്തെ കുറിച്ച് ചിന്തിക്കാൻ ഇവനെ അനുവദിക്കാതെ ഇങ്ങോട്ട് കയറിയാൽ ഇവൻ ഒന്നിനും സമയം കിട്ടാത്ത രീതിയിൽ ഇവനെ കുടുക്കാൻ വേണ്ടിയാണ് ഈ ലോക സിസ്റ്റത്തെ പിശാച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതുകൊണ്ടാണ് കർത്താവ് നമ്മളോട് പറഞ്ഞത്, ലോകത്തെയോ ലോകത്തിലുള്ളതിനെയോ നീ സ്നേഹിക്കരുത്. മനസ്സിലായോ? സ്നേഹിച്ചാൽ നീ സ്നേഹിക്കുന്നിടത്തേക്ക് നീ പോകും, നിന്റെ അപ്പൻ്റെ അടുത്ത് വരത്തില്ല. ആ ബേബി സിറ്റിങ്ങിലുള്ള കുട്ടി ആയെ ഏൽപ്പിച്ചിട്ട് അമ്മ കടന്നുപോയി. പക്ഷേ ആയ കൊടുക്കുന്നതും കാണിക്കുന്നതും വലിയ സ്നേഹമാണ്. ഇപ്പോൾ അവസാനം അമ്മ വന്നാൽ കുട്ടി പോകാത്തതുപോലെ. ഇതാണ് ഇന്നത്തെ ക്രിസ്തീയ ഗോളത്തിന്റെ അവസ്ഥ. കൃപയാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ജയിൽ വിസിറ്റ് ചെയ്യാൻ പോകാറുണ്ട്. ഇവിടെയല്ല, ഗൾഫില്. കാരണം ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യമുണ്ട്. പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ യഥാർത്ഥ നിർമ്മലമായ ഭക്തി അനാഥരുടെയും വിധവകളുടെയും സംരക്ഷണത്തിൽ എത്തുകയും ലോകത്തിന്റെ കളങ്കമേക്കാതെ നമ്മെ തന്നെ സൂക്ഷിക്കുകയും. പിന്നെയും കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ഈ ചെറിയവൻ ചെയ്തതൊക്കെയും എനിക്ക് തന്നെയാണ് ചെയ്തത്. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ നിനക്ക് എപ്പോൾ ചെയ്തു? കർത്താവ് പറഞ്ഞു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നു. ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നു. ആമേൻ. എൻ്റെ ഒരു സ്നേഹിതൻ ഇതാ തടവിൽ കിടക്കുന്നു. ആദ്യകാലങ്ങളിൽ അദ്ദേഹത്തെ വിസിറ്റ് ചെയ്യാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിന് വലിയ പരാതിയാ. ആർക്കും എന്നെ വേണ്ട. ഞാൻ ആയിരുന്ന സമയത്ത് എല്ലാവർക്കും എൻ്റെ പണം മതിയായിരുന്നു. എന്താ, ഞാനിവിടെ ആയിരുന്നപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് പോലും ആർക്ക് പോലും എന്നെ വേണ്ട. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ചിന്ത മുഴുവൻ ലോകത്തിലാ, തന്റെ വീടിന്റെ അടുത്തേക്കാ, വീട്ടുകാരെ കുറിച്ചാ. എന്നാൽ കാലങ്ങൾ കടന്നുപോയി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ കാണാൻ ചെല്ലും. അദ്ദേഹത്തിന്റെ ഈ ചിന്തകൾ അങ്ങ് കുറയാൻ തുടങ്ങി. തന്റെ വീട്ടുകാരെ കുറിച്ചുള്ള ചിന്തകൾ ഇതങ്ങ് കുറയാൻ തുടങ്ങി. ഇപ്പൊ അവരെ കുറിച്ച് പരാതി പറയുന്നത് നിർത്താൻ തുടങ്ങി. ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് അദ്ദേഹത്തെ ഞാൻ കാണാൻ ചെന്നപ്പോ
അദ്ദേഹം വീട്ടുകാരെ കുറിച്ചോ കാര്യങ്ങളെ കുറിച്ചോ ഒന്നും പറയുന്നില്ല. എല്ലാ വിശേഷവും ജയിലിന്റെ അകത്തെ വിശേഷങ്ങൾ. ഞാൻ അദ്ദേഹത്തിന് പോരാൻ നേരത്ത് ചോദിച്ചു, സഹോദര, ഞാൻ കുറച്ച് പണം തരട്ടെ? അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് അങ്ങനെ ഒരു അറിവില്ലായിരുന്നു. അദ്ദേഹം എന്നോട് പറയാ, എനിക്ക് പണമൊന്നും വേണ്ട, എനിക്കിവിടെ ആവശ്യത്തിന് പണമുണ്ട്, ഞാൻ ഇതിന്റെ അകത്തൊരു ബിസിനസ് ചെയ്യുകയാ. ജയിലിന്റെ അകത്ത് ബിസിനസ് ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരു ഡീലർഷിപ്പ് ഉണ്ട്. ജയിലിന്റെ അകത്ത് ഡീലർഷിപ്പോ? അദ്ദേഹം പറയുന്ന കാര്യമാണ്, എനിക്ക് ഇവിടെ ഒരു ഹോളണ്ടുകാരൻ ജയിലിൽ കിടന്നിരുന്നു. ഹോളണ്ടുകാരൻ ജയിലിൽ കിടന്ന ഹോളണ്ടുകാരന്റെ ബിസിനസ് എന്തായിരുന്നു അറിയാമോ? ഇവിടെ ഉള്ളവർക്കെല്ലാം ടെലിഫോൺ കാർഡ് വിതരണം ചെയ്യുക. ഒരു ടെലിഫോൺ കാർഡ് വിതരണം ചെയ്താൽ 5 ദിർഹംസ് കിട്ടും. അദ്ദേഹം ഈ അടുത്ത് ഇവിടുന്ന് റിലീസ് ചെയ്ത് പോയി. ആ ബിസിനസ് എനിക്ക് കിട്ടി. ഇന്ന് ഞാൻ ആ ബിസിനസ് ചെയ്യുക. എനിക്ക് എൻ്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട്. എനിക്കൊരു പണത്തിന്റെ ആവശ്യമില്ല. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഓരോരുത്തർക്കും പല പല ബിസിനസ്സുകൾ ഇതിന്റെ അകത്തുണ്ട്. തുടർന്ന് ഞാൻ എന്റെ കമ്പ്യൂട്ടറിൽ തിഹാർ ജയിലിനെ കുറിച്ച് അതിന്റെ നെറ്റിൽ നിന്ന് അടിച്ചു നോക്കിയപ്പോൾ അതിന്റെ കാര്യങ്ങൾ ഞാൻ കാണുകയാണ്. ജയിലിന്റെ ഉള്ളിൽ ഇൻഡസ്ട്രീസ് ഉണ്ട്, ജയിലിന്റെ ഉള്ളിൽ പ്രൊഡക്ഷൻസ് ഉണ്ട്, ജയിലിന്റെ ഉള്ളിൽ ബേക്കറി സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ജയിലിന്റെ ഉള്ളിൽ മരപ്പണി യൂണിറ്റ്, കാർപ്പൻട്രി യൂണിറ്റ് ഉണ്ട്, ജയിലിന്റെ ഉള്ളിൽ പല പല സാധനങ്ങൾ ഉണ്ടാക്കുകയും അത് വിതരണം ചെയ്യുകയും ഇവർക്ക് ജയിലിന്റെ ഉള്ളിൽ ശമ്പളം കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഇദ്ദേഹം നേരത്തെ ഇദ്ദേഹത്തിന്റെ ചിന്ത ഇദ്ദേഹത്തിന്റെ വീടിനെ കുറിച്ചും വീട്ടുകാരെ കുറിച്ചും ഒക്കെ ആയിരുന്നു. പക്ഷേ ചില കാലങ്ങൾ ജയിലിന്റെ ഉള്ളിൽ ആയപ്പോ ഇദ്ദേഹം ജയിലിൽ അങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. ആമേൻ. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ചിന്ത ജയിലിൽ നിന്ന് പുറത്തിറങ്ങണമെന്നല്ല, ഇപ്പൊ ജയിലിന്റെ ഉള്ളിൽ തന്നെ അദ്ദേഹത്തിന് ഒരു ബിസിനസ് ആയി, ജയിലിന്റെ ഉള്ളിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന രീതിയായി. പുറത്തുള്ള ചിന്തകളെ കുറിച്ച് അദ്ദേഹത്തിന് ഇല്ലാതെയായി. ഇതേപോലെ തന്നെയാണ് ഈ ലോക സിസ്റ്റവും. ജയിലിന്റെ ഉള്ളിൽ വന്ന ഒരുത്തനെ ജയിലിന്റെ ഉള്ളിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് പോലെ ഇതാ ലോകം ഒരു ജയിലാ. ഈ ജയിലിന്റെ ഉള്ളിൽ ഇതാ ഈ ലോക സിസ്റ്റം, പിശാചിനാൽ മൂവ് ചെയ്യപ്പെടുന്ന ഈ ലോക സിസ്റ്റം മനുഷ്യരെ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. അവരുടെ ഓഫർ എന്ന് പറയുന്നത് ലോകം തരാം. എന്നാൽ ലോകത്തിന്റെ അപ്പുറം എന്താ? തീപ്പൊയ്ക, നിത്യമരണം. അത് മിണ്ടത്തില്ല. കുഞ്ഞെ, ലോകം വഴി നീ എങ്ങോട്ടാ പോകുന്നത്? തീപ്പൊയ്കയിലേക്ക്. ഇവിടെ പെരുമ്പാവൂർ പോകുന്ന വണ്ടിയുണ്ട്, അതിലെ കണ്ടക്ടർ വിളിച്ചു പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? തേവരയിൽ വെച്ച് ജെട്ടി മേനക വഴി പെരുമ്പാവൂർ. എന്നാൽ ഇവിടെ എന്താ വിളിച്ചു പറയുന്ന അറിയാമോ? ലോകം വഴി തീപ്പൊയ്ക, രണ്ടാം മരണം. ലോകം വഴി തീപ്പൊയ്ക. ഹല്ലേലൂയ. അതുകൊണ്ടാ മെജോറിറ്റി പോയി അവിടെ വീഴുന്നേ. ലോകം കുഞ്ഞെ നിന്നെ കൊളത്തുവാൻ ചൂണ്ടയിൽ കൊളത്തിയ ഇര പോലെ നിനക്ക് പിശാചിട്ട് തരികയാണ്. നീ അതിൽ കൊളത്തിയാൽ വലിച്ച് കയറ്റി തീപ്പൊയ്കയിലേക്ക് ഇടും. കേട്ടില്ല എന്ന് പറയല്ല എന്റെ സഹോദരങ്ങളെ. നമ്മുടെ പിതാവ് നിങ്ങളെയും എന്നെയും നിത്യതയിൽ കാണുവാൻ, ദൈവരായത്തെ കാണുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഈ സിസ്റ്റം അതനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അവന്റെ സംവിധാനത്തെ ഇന്ന് വെളിപ്പെടുത്തുകയാ ദൈവത്തിന്റെ ആത്മാവ്. എന്നാൽ നിങ്ങൾ ഇവിടെ കാണുന്നത് ഏക സത്യ ദൈവം. ഉൽപ്പത്തി 1:26 ഇങ്ങനെ പറഞ്ഞു, let us make man. നമുക്ക് മനുഷ്യരെ ഉണ്ടാക്കാം. പക്ഷെ അവരുടെ പ്രത്യേകത, അവർ നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലുമായിരിക്കണം.
അല്ലെങ്കിൽ നമുക്ക് ദൈവപുത്രന്മാരെ ഉണ്ടാക്കാം. ആമേൻ. ആ ഒരു തീരുമാനമാണ് ഇവിടെ എടുക്കുന്നത്. ഗ്ലോറി, ഹല്ലേലൂയ. തുടർന്ന് മനുഷ്യനെ ഉണ്ടാക്കി ഏദനിലാക്കുകയാണ്. ഈ മനുഷ്യനുമായി ദൈവം വളരെ സന്തോഷത്തോടെ, ഏദൻ എന്ന വാക്കിന്റെ അർത്ഥം ഡിലൈറ്റ്, ആനന്ദം. എവിടെയാണ് ആനന്ദം? വചനം പറയുന്നു, നിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്. ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ വസിച്ചിരുന്ന ആദത്തിന് നെറ്റിയിലെ വേർപ്പുകൊണ്ട് വേണ്ട കഴിക്കാൻ. നെറ്റിയിലെ വേർപ്പുകൊണ്ട് കഴിക്കുന്നത് ജയിലിന്റെ ഉള്ളിലാ, ലോകത്തിന്റെ ഉള്ളിലാ. ഏദനിൽ അവന്റെ അപ്പൻ ഉണ്ടാക്കിയിട്ടതാണ് അവൻ കഴിക്കുന്നത്. അവൻ ചെയ്യേണ്ടത് ദൈവ ഇഷ്ടമാണ്. അവന്റെ വയറ്റിപ്പഴപ്പല്ല അവൻ ചെയ്യേണ്ടത് ദൈവ ഇഷ്ടം. ഏദനിൽ വെച്ചോ ഒരുവൻ ചെയ്യേണ്ടത് ദൈവ ഇഷ്ടം. ഒന്ന് പറഞ്ഞേ, ഏദനിൽ വെച്ച് ഒരുവൻ ചെയ്യേണ്ടത് ദൈവ ഇഷ്ടം. എന്നാൽ ലോകത്തിലേക്ക് ഇറങ്ങിയപ്പോൾ സിസ്റ്റം മാറി. ഏദനിൽ ആരുടെ സിസ്റ്റമാ? ദൈവത്തിന്റെ സിസ്റ്റത്തിൽ ദൈവ ഇഷ്ടം ചെയ്യണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ട ജനത്തോട് പറഞ്ഞത്, ഇനിയും ബുദ്ധിശൂന്യനാകാതെ ദൈവ ഇഷ്ടം എന്ന് മനസ്സിലാക്കുക. എഫെസ്യ ലേഖനം 5 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും അറിയാൻ പാടില്ലാത്തവരെ പോലെ കിടക്കരുത്. ഇത്രത്തോളം മനസ്സിലായോ? ഗ്ലോറി. ഏദനിൽ ചെയ്യേണ്ടത് ദൈവ ഇഷ്ടം. എന്നാൽ മരിച്ചവർ, ലോകത്തിൽ ജയിലിലായവർ പിശാചിന്റെ സിസ്റ്റത്തിൽ നെറ്റിയിലെ വേർപ്പ് കൊണ്ട് കഴിച്ചോളണം. ദാറ്റ് ഈസ് ലോ ഓഫ് വർക്ക്. ഏദനിൽ ചെയ്യേണ്ടത് ദൈവ ഇഷ്ടം. എന്നാൽ കഴിക്കാനുള്ളതോ ദൈവം ഓൾറെഡി ഒരുക്കിയിട്ടുണ്ട്. അതാണ് ലോ ഒബീഡിയൻസ് ആൻഡ് അക്സെപ്റ്റൻസ്. അനുസരിക്കുക, സ്വീകരിക്കുക. ഗ്ലോറി. എന്നാൽ ലോകത്ത് നെറ്റിയിലെ വേർപ്പുകൊണ്ട് കഴിച്ചോളാം. കാരണം അത് പിശാചിന്റെ സിസ്റ്റമാണ്. പിതാവിന്റെ അടുക്കൽ നിന്ന് വിട്ടുപോയി. ഇനി ഇവൻ നിന്നെ മൂക്കൊണ്ട് വരപ്പിച്ചിട്ട് എന്തെങ്കിലും തരൂ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് പറയുന്നത് നെറ്റിയിലെ വയർപ്പ് കൊണ്ട് വേണം നീ ഇനി കഴിക്കാൻ. ഗ്ലോറി, ഹല്ലേലൂയ. എന്നാൽ ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയവനോട് അപ്പം പറയുന്ന കാര്യം, മോനെ, ഈ സിസ്റ്റത്തിൽ നിന്ന് ഞാൻ വിടുവിച്ചു. ഇനി നീ നിന്റെ അപ്പന്റെ രാജ്യം അന്വേഷിക്കേ, അവിടെ നിനക്കായി ഒരുക്കിയിട്ടുണ്ട്. മനസ്സിലായോ? ദാറ്റ് ഈസ് ലോ ഓഫ് ഫെയ്ത്ത്. ഹല്ലേലൂയ. ഈ 3 നിയമങ്ങൾ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വാങ്ങിക്കേക്കാം. 3 നിയമങ്ങൾ നമ്മുടെ 2-ാമത്തെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ജയിക്കാനാ വീണ്ടും ജനിച്ചവർ. ഈ സിസ്റ്റം. ഇനി നമുക്ക് അവതരണത്തിലേക്ക് കടക്കാം. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇവിടുന്ന് ഒരുവനെ കർത്താവ് രക്ഷിച്ചാൽ പിന്നെ ഒരു നിമിഷം പോലും ലോക സിസ്റ്റത്തിൽ അവൻ ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അവനെ മടക്കയാത്ര ചെയ്യിപ്പിച്ച്. ഏത് യാത്ര? മടക്കയാത്ര ചെയ്യണമെങ്കിൽ ഒരു യൂട്ടേൺ എടുക്കണം. യൂട്ടേൺ എടുക്കാത്തവർക്ക് മടക്കയാത്ര ചെയ്യാൻ പറ്റത്തില്ല. ലോകമെന്ന ബോർഡ് മാറ്റി 180 ഡിഗ്രി തിരിഞ്ഞ് ദൈവരാജ്യം എന്ന ബോർഡ് വെച്ച് കൊണ്ടുപോകാൻ വന്നതാരാ? പരിശുദ്ധാത്മാവ് കൊണ്ടുപോകാൻ വന്നിട്ടുണ്ടെങ്കിൽ ആത്മാവിന്റെ സ്വരം കേട്ട് ഇതാ പിതാവിന്റെ ഭവനത്തേക്ക് നടന്നു കൊള്ളണം. മനസ്സിലായോ? അങ്ങനെ നടന്നാലേ, ആത്മാവിനെ അനുഗമിച്ച് നടന്നാലേ കുഞ്ഞേ നിനക്ക് ദൈവരാജ്യത്തിൽ എത്താൻ പറ്റൂ, നിനക്ക് ജയിക്കാൻ പറ്റൂ. ജയിക്കുന്നവനാണ് ആദത്തിന് കിട്ടാത്ത, ഇതുവരെ ഒരുത്തന് കിട്ടാത്ത ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൻ തരത്തുള്ളൂ. വെളിപ്പാട് 2:7. ആമേൻ. അപ്പോൾ അങ്ങനെ കിട്ടിയാൽ നാം ഇതാ നിത്യം ദൈവത്തോടെ വസിക്കുവാനിടയാകും. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു രത്ന ചുരുക്കമായി ഇപ്പോൾ പറഞ്ഞു തന്നേ. ഇനി ഇതിൻ്റെ ഒരു ഡ്രാമ, അഭിനയം തുടങ്ങുകയാണ്. ഇവരൊന്നും സംസാരിക്കത്തില്ല, സംസാരിക്കുന്നത് ഒക്കെ ഞാനായിരിക്കും. അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മെസ്സേജ് നിങ്ങളുടെ ഹൃദയത്തിൽ വീഴുക എന്നുള്ളതാണ് ലക്ഷ്യം.
ഞങ്ങൾക്ക് ആർക്കും ഒരു ഡ്രാമ ഇവിടെ കളിക്കണമെന്ന് ഒരാഗ്രഹവും ഇല്ല. പക്ഷേ ലോകത്തിന്റെ സിസ്റ്റത്തിൽ മയങ്ങിക്കിടക്കുന്ന ജനത്തെ ഇതിന്ന് അകത്തേക്ക് വീഴിക്കാൻ ഇതല്ലാതെ വേറൊരു മാർഗം കണ്ടില്ല. ആമേൻ, ഹല്ലേലൂയ. ഇതാ ദൈവം ആദത്തെ ഉണ്ടാക്കുകയാണ്. ഗ്ലോറി. ദൈവം ആദത്തെ ഉണ്ടാക്കിയ നിലത്ത് നിന്ന് പൂഴിയെടുത്ത് ദൈവം ഒരു രൂപം, ഒരു മനുഷ്യ രൂപം ഉണ്ടാക്കുകയും തുടർന്ന് ആ മനുഷ്യ രൂപത്തിന്റെ മൂക്കിൽ ജീവശ്വാസം ഊതുകയും മനുഷ്യൻ ജീവനുള്ള ദേഹി ആയി തീരുകയും ചെയ്യുന്നു. പിതാവിനെ പോലെ, പിതാവിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഇതാ മനുഷ്യനെ സൃഷ്ടിച്ചു. ശ്രദ്ധിക്കുക, ഈ രണ്ട് രൂപത്തെ നിങ്ങൾ നോക്കുക. പിതാവ് ആ ഡ്രസ് നോക്കിയാട്ടെ, നീതിയുടെ അങ്കി. എന്നാൽ ഈ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ ഇത് പരിപൂർണമായ വെളുത്തിരിക്കുമ്പോൾ ഇതിനൊരു അല്പം ഡിഫറൻസ് ഉണ്ട്. ഇത് താഴെ വരെയുമില്ല. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ഈ മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിലും സങ്കീർത്തന പുസ്തകം 8-ാം അധ്യായം പറയുന്നു, ദൈവത്തിന് ഒപ്പത്തിനൊപ്പമല്ല സൃഷ്ടിച്ചേ, ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തിയാ സൃഷ്ടിച്ചേ. ദൈവം ആത്മാവാണ്, എന്നാൽ മനുഷ്യൻ ആത്മാവുള്ള ദേഹിയാണ്. എന്നാൽ ഇവൻ അനുസരണത്തിലൂടെ ജയം പ്രാപിച്ചാൽ ഇവൻ ഇതാ സോളിഷ് ദേഹി തലം വിട്ട് ആത്മതലത്തിലേക്ക് ഉയരുവാനിടയാകും. ഇതുകൊണ്ടാണ് ലൂക്കോസ് സുവിശേഷം 20-ാം അധ്യായത്തിൽ നാം മനസ്സിലാക്കിയത്, പുനരുദ്ധാനത്തിൽ വിവാഹം കഴിക്കുന്നുമില്ല, വിവാഹത്തിന് കൊടുക്കുന്നതുമില്ല. സോൾ രൂപികളായ നിങ്ങൾ ഇനി സോൾ രൂപികളല്ല, ദേഹി രൂപികളല്ല, പകരം ആത്മരൂപികളായി തീരും. നിങ്ങൾ ദൈവദൂത തുല്യന്മാരായിരിക്കും, സ്പിരിറ്റ് ബീങ്സ് ആയിരിക്കും ജയം പ്രാപിച്ചു കഴിഞ്ഞാൽ. പിന്നെ നിങ്ങളുടെ പേര് മനുഷ്യപുത്രൻ എന്നല്ല, ദൈവപുത്രൻ എന്നായിരിക്കും. അമ്മേ, ഇപ്പോ ആദത്തെ സൃഷ്ടിച്ചപ്പോൾ ആദത്തെ ദൈവവചനം പറയുന്നു മനുഷ്യനെ സൃഷ്ടിച്ചു. ഈ മനുഷ്യൻ ഒരു സമയം ദൈവപുത്രനുമാണ്, മനുഷ്യനുമാണ്. യേശു വരുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. യേശു ഒരു സമയം ദൈവപുത്രനുമാണ്, അതേസമയം മനുഷ്യപുത്രനുമാണ്. ഗ്ലോറി. മക്കൾ ജഡരക്തങ്ങളുടെ കൂടെ ഉള്ളവനാകിയാൽ അവരും അതേ രൂപത്തിൽ കടന്നു വന്നു. ആത്മാവാകുന്ന ദൈവം താണ് ഇറങ്ങി കടന്നു വന്നു. തുടർന്ന് ഇതാ ആദം ഏദൻ തോട്ടത്തിൽ വസിക്കുകയാണ്. ഇവന് കഴിക്കുവാൻ ഒന്നും അധ്വാനിക്കേണ്ട, എല്ലാം ഇവന്റെ പിതാവ് ഒരുക്കിയിട്ടുണ്ട്. 5 ദിവസം ഈ പിതാവ് അധ്വാനിച്ചത് മുഴുവൻ ഇവന് വേണ്ടിയാണ്. ഇവൻ ഇവിടെ ഉള്ളതെല്ലാം സൗജന്യമാണ്. പക്ഷെ അവൻ ചെയ്യേണ്ടത് ഒന്ന് മാത്രം, ദൈവത്തോട് അനുസരണ കാണിക്കുക, ദൈവ ഇഷ്ടം ചെയ്യുക. ഇതാണ് ഏദൻ തോട്ടത്തിൽ. ഈ സമയത്ത് രക്ഷകനെ ആവശ്യമില്ല. നാം ഇന്ന് പ്രസംഗിച്ച് നടക്കുന്ന സുവിശേഷമായ രക്ഷ ആവശ്യമില്ല. ഹലോ, അകത്തേക്ക് വല്ലതും കയറുന്നുണ്ടോ? ദൈവത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ വസിക്കുന്ന ആദം, സന്തോഷത്തോടുകൂടെ ജീവിക്കുന്ന ആദം. രക്ഷ വേണ്ട, രക്ഷകനും വേണ്ട. കാരണം ആദത്തിന് ഒരു രക്ഷയുടെ ആവശ്യമില്ല. ആദം തന്റെ പിതാവിനോട് കൂടെയാ. ആദം ഒരു കുഴിയിലും വീണിട്ടില്ല. ഹല്ലേലൂയ, ഗ്ലോറി. ഇവിടെ ആദം ചെയ്യേണ്ടത് ദൈവ ഇഷ്ടം ചെയ്ത് അവന്റെ പിതാവിനെ പ്രസാദിപ്പിച്ചാൽ
ജയിക്കുന്നവന് കിട്ടുന്ന ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കുകയും അവൻ എന്നേക്കും ദൈവിക കുടുംബത്തിൽ ജീവിക്കുകയും ചെയ്യും. ദൈവപുത്രനായി. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ഇതാ പിശാചും അവന്റെ കൂട്ടരും, ഈ പിശാചും അവന്റെ കൂട്ടരും ഇവനെ ചതിക്കുവാൻ തക്കവണ്ണം തന്ത്രങ്ങളിലൂടെ ഇവനെ ചതിക്കുവാൻ ഇതാ പിശാച് ഇവനെ വശീകരിക്കുക. ദൈവം എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞു അത് ചെയ്യുവാൻ വശീകരിക്കുകയും ഇതാ ആ വിലക്കപ്പെട്ട കനി കഴിക്കുകയും പിശാചിന്റെ പിടിയിലാവുകയും ഇതാ പിശാച് അവനെ ഇതാ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുവാൻ തക്കവണ്ണം അവനെ കൊണ്ടുപോവുകയും അവന്റെ തേജസ്സിന്റെ വസ്ത്രം ഇതാ അത് ഊരിയെടുക്കുകയും തുടർന്ന് ഇതാ പാപം ചെയ്ത അവന്റെ തേജസ് നഷ്ടമായി ഇവനെ ജഡത്തിൻ്റെതായ ഉടുപ്പ് ഇടിപ്പിക്കുകയാണ്. പിശാചിന്റെ ഡ്രൈവർ സോഫ്റ്റ്വെയർ ഇവനെ ഇൻസ്റ്റോൾ ചെയ്യിപ്പിക്കുകയാണ്. ഓരോ കമ്പ്യൂട്ടർ പ്രിന്ററുകൾക്കും ഡ്രൈവർ സോഫ്റ്റ്വെയറുകൾ ഉള്ളതുപോലെ പിശാചിനെ ഡ്രൈവ് ചെയ്യുവാനുള്ള ചിന്തകൾ, പ്രോഗ്രാമുകൾ ഇതാ ഇവനെ ഇൻസ്റ്റോൾ ചെയ്യിപ്പിക്കുകയാണ്, ഇവന്റെ മുകളിൽ ധരിപ്പിക്കുകയാണ്. ഈ ചിന്തകളുടെ പേരാണ് ജഡചിന്തകൾ, ഫ്ലഷ്ലി തോട്ട്സ്. ഇവനെ ഇൻസ്റ്റോൾ ചെയ്യിപ്പിക്കുക, ഇവനെ ധരിപ്പിക്കുകയാണ് ജഡചിന്തകൾ. ഗ്ലോറി. ഇതുവരെയും നിഷ്കളങ്കനായിരുന്ന മനുഷ്യൻ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ദൈവത്തിന്റെ വചനം പറയുകയാണ് സഭാപ്രസംഗി 7 ദൈവം മനുഷ്യനെ നിഷ്കളങ്കനായി സൃഷ്ടിച്ചു, പക്ഷേ ഇപ്പോഴോ അവൻ വളരെ സൂത്രങ്ങളെ അന്വേഷിച്ചു പോരുന്നു. കാരണം എന്താണെന്ന് അറിയാമോ? ഇവൻ വളരെ സൂത്രങ്ങളെ അന്വേഷിച്ചു പോരുന്നു. ഇതിന്റെ കാരണം ഇതാ ഇവന് പിശാച് ഇട്ടുകൊടുത്ത പിശാചിന്റെ ഡ്രൈവർ സോഫ്റ്റ്വെയർ, ജഡചിന്തകൾ, ഈ കറുത്ത തുണി. ഇതിന്റെ ഉള്ളിലാണ് സഹോദര സഹോദരി നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അസൂയയും പകയും കോപവും സകല ജഡചിന്തകളും കിടക്കുന്ന ഇതിന്റെ മേലാണ്. ഇതുകൊണ്ടാണ് എത്ര ശ്രമിച്ചിട്ടും അസൂയ പോകാത്തത്, എത്ര ആരാധിച്ചിട്ടും പക പോകാത്തത്. ഊരേണ്ടത് ഊരിയാലേ അത് പോകൂ. ഇത് ഊരാൻ മനുഷ്യൻ ശക്തനല്ല. പിശാചിട്ടത് ഊരാൻ മനുഷ്യൻ ശക്തനല്ല. മനുഷ്യനേക്കാൾ ശക്തിയുള്ള പിശാചിട്ടത് ഊരാൻ ദൈവം ഇവിടെ പരിശുദ്ധാത്മാവിനെ നിയമിച്ചാക്കിയിട്ടുണ്ട്. മനുഷ്യൻ സ്വന്തം ശക്തി കൊണ്ട് ഊരാൻ ശ്രമിച്ചാൽ കഴിയത്തില്ല. എന്നാൽ ഇവനെ ഈ പിശാച് മരണദൂതൻ പിടിക്കാൻ കാരണം ഉൽപ്പത്തി 2:17 പറഞ്ഞു, നന്മതിന്മകളെ കുറിച്ച് അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം കഴിച്ചാൽ ആ നാളിൽ നീ മരിക്കും. ഇതാ താക്കീത് ലംഘിക്കുകയും അതോടുകൂടെ ജഡ്ജി ഇവനെതിരെ എഴുതിയ കുറ്റപത്രം, നീ മരിക്കണം, ആ കുറ്റപത്രവുമായിട്ടാണ് പിശാച് ഇവനെ കൊണ്ടുപോകുന്നത്. ഗ്ലോറി. ഹല്ലേലൂയ. Sorry. Oh, glory to God. Jesus, I thank you. Hallelujah. Glory. Hallelujah. ഈ കുറ്റപത്രവുമായിട്ടാണ് പിശാച് ഇവനെ കൊണ്ടുപോകുന്നത്. ഉടനെ ഇവനെ തടവറയാകുന്ന ലോകത്തിലേക്ക് കൊല്ലുന്നതിന് മുമ്പ്, തിന്നുന്നാൾ നീ മരിക്കുമെന്നാ പറഞ്ഞത്. ഇവന്റെ ആത്മമരണം ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു. ദൈവത്തിന്റെ ആത്മാവ് ഇവനെ വിട്ടുമാറി, ദൈവത്തിന്റെ തേജസ് ഇവനെ വിട്ടുമാറി. തുടർന്ന് ഇവനെ തടവറയിലേക്ക് കയറ്റുമ്പോൾ ഇവനെ മയക്കിയാണ് കൊണ്ടുപോകാൻ പോകുന്നത്. കൊച്ചു കുട്ടികളെ
സ്കൂളിൽ പോകുമ്പോൾ ചോക്ലേറ്റ് കാണിച്ച് മയക്കി പിടിച്ച് ആദ്യം അവർ ചെയ്യുന്നത് കണ്ണ് കുത്തി പൊട്ടിക്കുകയാണ്. ഇനി ഇവന്റെ കണ്ണാണ് പിശാചിന്റെ സിസ്റ്റം കുത്തി പൊട്ടിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇവനെ കുരുടനാക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ വചനം 2 Corinthians 4:4 പറയുന്നു, ഈ ലോകത്തിന്റെ ദൈവമാകുന്ന പിശാച് യേശുക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ അവിശ്വാസികളുടെ കണ്ണ് ഹൃദയം കുരുടാക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ട്? ലോക സിസ്റ്റം കൊണ്ട്. ഇതാ ലോക സിസ്റ്റം. ആ തുണി എന്ത്? ഇതാ പിശാചിന്റെ സേന, ലോക സിസ്റ്റം ഇവനെ അവതരിപ്പിക്കുക. മറന്നു പോകരുത്, ഇതിന്റെ ഉള്ളിൽ വേറൊരു സിസ്റ്റം കിടക്കുന്നുണ്ട്, ജഡചിന്തകൾ. ലോക സിസ്റ്റം അവതരിപ്പിച്ചാൽ ഇതാ ഇവനൊരു മാന്യതയുടെ ഉടുപ്പാണ് കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക, പിതാവിനുള്ളത് പോലെ തന്നെ ഒരു മാന്യതയുടെ ഉടുപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇവൻ ലോകത്തിൽ ഒരു മാന്യനായി വെളിപ്പെടുകയാ. പക്ഷെ ഇവന്റെ അകമോ, ഇവന്റെ അകം സകല ദുഷ്കർമ്മവും തിന്മയും ജഡചിന്തകളും നിറഞ്ഞിരിക്കുകയാണ്. ഈ ലോക സ്വഭാവത്തിന്റെ അല്ലെങ്കിൽ ലോകാനുരൂപതയുടെ ഉടുപ്പിന്റെ സ്വഭാവം എന്ന് പറയുന്നത്, ഇത് ജനിക്കുമ്പോൾ തന്നെ ചുറ്റുമുള്ള മാതാപിതാക്കന്മാരിൽ നിന്ന്, ചുറ്റുപാടിൽ നിന്ന്, സഹപാഠികളിൽ നിന്ന്, ടീച്ചർമാരിൽ നിന്ന്, സമൂഹത്തിൽ നിന്നും ഇവന് ലഭിക്കുകയാണ് പിശാചിന്റെ സിസ്റ്റത്തിലൂടെ. ഈ സിസ്റ്റം പറയുകയാണ്, ലോകത്തിൽ നീ വലിയവനാകുക. കിരീടങ്ങൾ നിന്നെ കാണിക്കുകയാ. പലരും നേടിയ കിരീടങ്ങൾ ഈ വ്യക്തിയെ കാണിക്കുകയാണ്. ഇവൻ ഇന്ന് ജയിലിലാ. ഇവനെ മരണത്തിന് കൊണ്ടുപോവുകയാണ്. മരണത്തിനായി കൊണ്ടുപോവുകയാണ്. ഇവന്റെ ശരീരവും ഇവന്റെ ദേഹിയും ഇനി മരിക്കാൻ കിടക്കുകയാണ്. ഇതാ 3 വയസ്സായപ്പോൾ തന്നെ ഈ സിസ്റ്റം അവന്റെ കയ്യിൽ ഒരു പുസ്തകം കൊടുത്തു. അവനോട് പറയുകയാണ്, ഈ കിരീടങ്ങൾ നീ സമ്പാദിക്കണം. ഈ ലോകത്തിലെ കിരീടങ്ങൾ, പല പല കിരീടങ്ങളുണ്ട്. ഈ കിരീടങ്ങൾ നീ സമ്പാദിക്കണം. ഇവന്റെ ചിന്ത അതാണ്. ഇവൻ ആ കിരീടങ്ങൾ സമ്പാദിക്കുവാൻ ഇതാ ഈ ലോകത്തിന്റെ അറിവുകൾ, സിസ്റ്റങ്ങൾ പഠിക്കുവാൻ തുടങ്ങി, മനസ്സിലാക്കുവാൻ തുടങ്ങി. ഇവൻ കഷ്ടപ്പെട്ട് പഠിക്കുകയാ. അവൻ ഉറക്കം വരുന്നുണ്ട്, അവൻ വീഴുന്നുണ്ട്. പക്ഷേ ഇതാ ആ കിരീടങ്ങളെ നോക്കുമ്പോൾ അവൻ വീണ്ടും ശക്തി പ്രാപിക്കുകയാണ്. പല പല കിരീടങ്ങൾ, ഇതാ PhDയുടെ കിരീടങ്ങൾ, ഡബിൾ ഡിഗ്രിയുടെ കിരീടങ്ങൾ, കളക്ടറുടെ കിരീടങ്ങൾ, പല പല കിരീടങ്ങൾ, എഞ്ചിനീയറുടെ കിരീടങ്ങൾ, ഡോക്ടറുടെ കിരീടങ്ങൾ, ഇതാ പലത്. ഈ ലോകത്തിന്റെ സിസ്റ്റം ഇവനെ കാണിച്ചുകൊണ്ടേയിരിക്കുകയാ. ഇവൻ ദൈവം തക്കത്തിൽ ഉപയോഗിക്കണമെന്ന് പറഞ്ഞ സമയം ഇതാ ആ സമയത്തിൽ അധികവും ഉപയോഗിച്ച് അവൻ പറയുകയാണ്, ഓ ഞാൻ പഠിച്ചു പൂർത്തിയായി, എന്റെ സമയത്തിന്റെ പകുതിയും കഴിഞ്ഞു. ഇനി എനിക്കൊരു ജോലി വേണം. അവനൊരു കിരീടം കിട്ടി, ഏതോ ഒരു കിരീട അവന് കിട്ടി. ഇനി എനിക്കൊരു ജോലി വേണം. അവന് സന്തോഷിക്കുകയാ. എവിടെയാ കിരീടം? ജയിലിന്റെ ഉള്ളിലെ കിരീടം അവന് കിട്ടി. അവനെ കൊല്ലാൻ കൊണ്ടുപോകുകയാ. അടുത്ത നിമിഷം അവൻ ഇവിടെ കിരീടം കിട്ടി. അവൻ ഈ സമയം അവന്റെ അപ്പനെ കുറിച്ചോ അവന്റെ വീടിനെ കുറിച്ചോ ഒരു ചിന്തയുമില്ല. പക്ഷെ അവന് കിരീടം കിട്ടി, കൊല്ലുന്നതിന് മുമ്പുള്ള കിരീടം. തുടർന്ന് അവൻ ചിന്തിക്കുക, എനിക്കൊരു ജോലി. എന്തിനു വേണ്ടിയ കിരീടം കിട്ടിയാൽ എനിക്കൊരു ജോലി. ഇതാ ജോലി. ആ ജോലിയിൽ പണത്തിന്റെ പുറകെ അവൻ ഓടുകയാ. പണം നിയന്ത്രിക്കുന്ന പിശാച് അവനെ എങ്ങോട്ട് വേണമെങ്കിലും വലിപ്പിക്കുക. അവനെ ആഫ്രിക്കയെ കൊണ്ടുപോകണമെങ്കിൽ അവിടെ കാണിച്ചാൽ മതി. അവനെ അമേരിക്കയെ കൊണ്ടുപോകണമെങ്കിൽ എവിടെ കാണിച്ചാലും അവൻ അതിന്റെ പുറകെ ഓടുകയാ. അവന്റെ ജീവിതം നിലനിൽക്കുന്നത്, ശ്രദ്ധിച്ചേ, അവന്റെ ജീവിതം നിലനിൽക്കുന്നത് ദൈവ ഇഷ്ടത്തിലല്ല. പണം എങ്ങോട്ട് ചലിക്കുന്നുവോ അങ്ങോട്ടേക്ക് അവൻ പോകും. എങ്ങോട്ടേക്ക്? ദുബായിൽ ചലിച്ചാൽ അങ്ങോട്ട് പോകും, ആഫ്രിക്കയിൽ ചലിച്ചാൽ അങ്ങോട്ട് പോകും, സിഡ്നിയിൽ ചലിച്ചാൽ അങ്ങോട്ട് പോകും. എങ്ങോട്ടാണോ പണം ചലിക്കുന്നത് അവൻ അങ്ങോട്ട് പോകും. പണത്തിന്റെ പുറകിലുള്ള ശക്തിയായ മാമോൻ എങ്ങോട്ട് തിരിക്കുന്നുവോ അവൻ അങ്ങോട്ടേക്ക് പോകും. ഗ്ലോറി, ഹല്ലേലൂയ.
ഹല്ലേലൂയ. പണം കിട്ടിയാൽ പിന്നെ അടുത്തത് എന്താ? ജഡചിന്തകൾ. എന്റെ കയ്യിൽ പണമുണ്ട്, എന്റെ ജഡചിന്തകൾ. വേശ്യ സ്ത്രീത അവനെ 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 തേടി വരികയാ. ഇതാ അവൻ പാപം ചെയ്തതോടുകൂടെ പിശാചിന്റെ ദൂതന് അധികാരം കിട്ടി. രോഗത്താൽ അവനെ അടിക്കുകയാ, രോഗത്താൽ അവനെ അടിക്കുകയാ. ഇനി അവൻ എന്താ ആവശ്യം? ഇനി അവൻ അന്വേഷിച്ച് നടക്കുക. എനിക്ക് സുഖമില്ല, എനിക്ക് സുഖമില്ല ബ്രദറെ, എനിക്ക് സുഖമില്ല സിസ്റ്റർ. എവിടെയെങ്കിലും ഡെലിവറൻസ് മിനിസ്ട്രി ഉണ്ടോ? എനിക്ക് ഡെലിവറൻസ് മിനിസ്ട്രി എവിടെ കാണും? ഇതാ പിശാചിന്റെ സിസ്റ്റം. ഇനി അവൻ രോഗസൗഖ്യത്തിനായി അവന്റെ സമയം വീണ്ടും നഷ്ടപ്പെടുകയാ. അവൻ രോഗിയായി തുടർന്നുള്ള കാലങ്ങൾ അവന്റെ സമയം പിശാച് പിടിക്കുകയാ. ഈ സമയത്തൊന്നും ഇവൻ അവന്റെ പിതാവിനെ കുറിച്ചുള്ള ചിന്തയില്ല, അവന്റെ നഷ്ടപ്പെട്ട ഭവനത്തെ കുറിച്ചുള്ള ചിന്തയില്ല. കാരണം ലോക സിസ്റ്റം അവന്റെ സുബോധം കെടുത്തി കളയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ ഈ സിസ്റ്റത്തിലൂടെ പോകുമ്പോൾ ലോകമോഹങ്ങൾ, യെസ്, ജഡചിന്തകൾ മാത്രമല്ല, ജഡമോഹം, കൺമോഹം, ജീവിതത്തിന്റെ പ്രതാപം, ഇതൊന്നും പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ. ഗ്ലോറി. ഇതാ ജീവിതത്തിന്റെ പ്രതാപങ്ങൾ കാണിക്കുകയാ, ജീവിതത്തിന്റെ പ്രതാപങ്ങൾ കാണിക്കുകയാ. ഇത് കണ്ട് രോഗിയായിരിക്കുന്ന ഇവൻ മോഹിക്കുകയാ. ഇവന്റെ ഭാര്യ പറയുക, അച്ചച്ചാ, അപ്പുറത്തെ വീട്ടിലെ സൂസന് ഇതൊക്കെ ഉണ്ട്, എനിക്ക് എന്തുകൊണ്ട് അങ്ങ് ഇത് എനിക്ക് തരുന്നില്ല, എനിക്കിത് തരുന്നില്ല? മോളെ, നമുക്ക് അതിനുള്ള വരായികയില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. ഞാനൊരു കാര്യം പറഞ്ഞു തരാം. എന്നാന്നറിയാമോ? അപ്പുറത്തെ വീട്ടിലെ സൂസ് എങ്ങനെയാണെന്നറിയാമോ അവരുടെ മാരുതി കാർ വാങ്ങിച്ചത്? അതുകൊണ്ട് നമുക്കും അതേ രീതിയിലൊന്ന് വാങ്ങിക്കണം. മോളെ, അതിനുള്ള വക നമുക്കില്ല. നിങ്ങളൊരു കാര്യം ചെയ്യുക, ലോൺ എടുക്ക. ഓ, മാസം ഒരു 18,000 രൂപ വെച്ച് അടച്ചാ പോരെ? 18,000 രൂപ വെച്ച് അടച്ചാ പോരെ? പറയും, അതിനുള്ള വകയില്ല. പ്രിയരെ, ആ സഹോദരി വീണ്ടും പറഞ്ഞു കൊടുക്കും, വകയുണ്ട്. പിശാചിന്റെ തന്ത്രത്തിൽ അടുത്ത സിസ്റ്റം ക്രെഡിറ്റ് കാർഡ്. വകയുണ്ട്. ഗ്ലോറി, ഹല്ലേലൂയ. ക്രെഡിറ്റ് കാർഡ് സംവിധാനം വെക്കുക. ആ സംവിധാനം വെച്ച് ഇവൻ ഇതാ ഭാര്യയുടെ ഉപദേശം കേട്ട് ആ കടമെടുക്കുകയാ. അതോടുകൂടെ പിശാചിന്റെ മറ്റൊരു സിസ്റ്റത്തിൽ ഇവൻ ഇതാ കുടുങ്ങി. ഇവന്റെ സമയം വീണ്ടും പിശാച് അപഹരിക്കുക. ഇന്ന് അനേക മക്കളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ദൂഷ്ടൻ പിടിച്ചു കെട്ടി അവരുടെ സമയത്തെ അപഹരിക്കുകയാണ്. എന്നാൽ കർത്താവിന്റെ വചനം, കുഞ്ഞുങ്ങളെ, എന്തുകൊണ്ട് നിങ്ങളെ തേടിയെത്തുന്നില്ല? ഉണ്മാനോ ഉടുപ്പാനോ ഉണ്ടെങ്കിൽ മതി. നിങ്ങൾ എന്തുകൊണ്ട് കടക്കാരായി? ഭാവിക്കേണ്ടതിന് മുകളിൽ നിങ്ങൾ ഭാവിച്ചുയർന്നത് കൊണ്ടല്ലേ നിങ്ങൾ കടക്കാരായത്? നിങ്ങൾക്ക് ദൈവം ഒരു കാര്യം പറഞ്ഞു തരാം സഹോദരങ്ങളെ. എങ്ങനെ പണം കുറവാണെങ്കിൽ എങ്ങനെ സമ്പന്നരായി ജീവിക്കാം? നിങ്ങളുടെ കയ്യിൽ ഒരു 4 ലക്ഷം രൂപയേ ഉള്ളൂ. നിങ്ങൾക്ക് സമ്പന്നനായും ജീവിക്കാം, നിങ്ങൾക്ക് കഷ്ടപ്പെട്ടും ജീവിക്കാം, നിങ്ങൾക്ക് കടക്കാരനായും ജീവിക്കാം. ഒരു 4 ലക്ഷം രൂപയുടെ ഒരു കാറ്, നിങ്ങളുടെ കയ്യിൽ 4 ലക്ഷം രൂപയുണ്ട്. ഭാവിക്കേണ്ടതിന് മുകളിൽ നിങ്ങൾ ഭാവിച്ചുയരാതിരുന്നാൽ 4 ലക്ഷം രൂപയ്ക്ക് അതിനടുത്ത് വരുന്ന ഒരു കാർ നിങ്ങൾക്ക് വാങ്ങിക്കാം. മിച്ചം ഒന്നും നിങ്ങളുടെ കയ്യിലില്ല, നിങ്ങൾ കടക്കാരനല്ല. പക്ഷെ അയൽവക്കത്തെ വീട്ടിലെ സൂസി മാരുതിയാ വാങ്ങിച്ച, അതുകൊണ്ട് നമുക്കൊരു മേഴ്സിഡസ് വേണം എന്നാ ഭാവിക്കേണ്ടതിന് മുകളിലുള്ള കുഞ്ഞെ, നിന്റെ ഭാവം നിന്നെ കടക്കാരനാക്കും.
അത് കണ്ടുപോയി 4 ലക്ഷം രൂപയുടെ വണ്ടിക്ക് പകരം നീ 60 ലക്ഷം രൂപയുടെ മേഴ്സിഡസ് കടമെടുക്കും. 4 ലക്ഷം രൂപ വീണ്ടും ചിലവിടത്തുനിന്ന് കടം വാങ്ങിച്ച് 10% അഡ്വാൻസും കൊടുത്ത് ബാക്കി പൈസ മാസം മാസം നീ കടക്കാരനായില്ലേ? എന്നാൽ 4 ലക്ഷം രൂപ കയ്യിലുള്ള വ്യക്തി അവൻ തീരുമാനിക്കുക, എനിക്ക് ഇപ്പോ ഒരു സ്കൂട്ടർ മതി. അവൻ നല്ലൊരു സ്കൂട്ടർ 50,000 രൂപ കൊടുത്ത് നല്ലൊരു സ്കൂട്ടർ വാങ്ങി. ബാക്കി അവന്റെ കയ്യിൽ എത്രയുണ്ട്? 3.5 ലക്ഷം രൂപ അവൻ ബാങ്ക് ബാലൻസും ഒരു വേലക്കാരനുള്ളവനായിട്ടിരിക്കുക. വലിയ പാവം നടിച്ചിട്ട് ഇരക്കുന്നതിനേക്കാൾ നല്ലതാ. ആളുകൾ നിന്നെ മതിക്കുന്നില്ലെങ്കിലും നിനക്കൊരു വേലക്കാരനുണ്ടെങ്കിൽ നന്ന്. ദൈവവചനം ആയിക്കട്ടെ. വലിയ പാവം നടിച്ചിട്ട് ഇരക്കുന്നതിനേക്കാൾ ഒരു സ്കൂട്ടറിൽ പോകുമ്പോൾ നിന്നെ ആരും മതിക്കത്തില്ലായിരിക്കാം, പക്ഷേ നിനക്കൊരു വേലക്കാരനുണ്ട്, ബാങ്ക് ബാലൻസും ഉണ്ട്, മറ്റവർക്കോ അതില്ല. ഈ ലോക സിസ്റ്റത്തിൽ കുടുങ്ങരുത്. റോമ 12:3 പറയുകയാണ്, ഭാവിക്കേണ്ടതിന് മുകളിൽ ഭാവിക്കരുത്. ആമേൻ. ഓരോരുത്തർക്കും ഭാവിക്കാൻ ഒരു ലെവൽ തന്നിട്ടുണ്ട്. ആമേൻ. ഇത് കിട്ടിയത്, ഈ സന്ദേശം കിട്ടിയത് ഈ സിസ്റ്റത്തിൽ നിന്നല്ല, പിശാചിന്റെ സിസ്റ്റത്തിൽ നിന്നല്ല കുഞ്ഞെ, എന്റെ നിങ്ങളുടെ അപ്പന്റെ വചനമാണ്. ലോകത്ത് നാം എങ്ങനെ ജീവിക്കണമെന്ന്. ആമേൻ. ഹല്ലേലൂയ. കുടുക്കുകയാ പിശാച്. ഇവന്റെ സമയം തീരുകയാ. കുറെ പണം അവന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. കുറെ പണം അവന്റെ കൈ കിട്ടിയിട്ടുണ്ട്. ലോക സിസ്റ്റങ്ങൾ അവന് കുറെ പണം കിട്ടിയിട്ടുണ്ട്. അവന് കുറച്ച് കിരീടം, അവന്റെ സമയം കളഞ്ഞ് അവന് കിട്ടിയ കിരീടം. പക്ഷെ ഇതോടുകൂടെ അവന്റെ ആയുസ് തീരുകയാ. ഇവന്റെ ആയുസ് തീരുകയാ. അവൻ വയസ്സായി, ഇതാ അവൻ മരിച്ചു വീഴുകയാ. അതോടുകൂടെ ഇവന്റെ പണവും ഇവന് കൊടുത്ത കിരീടവും എല്ലാം ലോക സിസ്റ്റം തിരിച്ചു മേടിച്ചു. അവൻ മരിച്ചു വീണു. ഇവൻ ഉണ്ടാക്കിയ പണമൊന്നും അവന് കൊണ്ടുപോകാൻ പറ്റിയില്ല. അവൻ നേടിയ കിരീടവും അവന് കൊണ്ടുപോകാൻ പറ്റിയില്ല. ലോക സിസ്റ്റം അവന്റെ സമയത്തെ പൂട്ടി, അവന്റെ പിതാവിന്റെ വീടിനെ കുറിച്ചുള്ള ചിന്തകൾ മുടക്കി, ഇതാ അവന്റെ മേൽ ശിക്ഷ നടപ്പിലാക്കി. അത് കണ്ട് പിശാചും കൂട്ടരും പൊട്ടിച്ചിരിച്ചു. ഞാൻ നിന്നെയും നേടി. ഉടനെ പിശാച് അന്വേഷിക്കുന്ന ആരെയാണെന്ന് അറിയാമോ? എവിടെ ഇവന്റെ തലമുറ? മകൻ എന്തിയേ? ഇതാ മകനും ഇതേ റൂട്ടിൽ വരികയാണ്. മകനോട് പറയാ, ഇത് കണ്ടോ, നീ മരണശിക്ഷയ്ക്ക് യോഗ്യൻ. ഇത് പ്രകാരം ജെനസിസ് 2:17 പ്രകാരം നീയും മരണശിക്ഷയ്ക്ക് യോഗ്യൻ. ഇതേ സിസ്റ്റത്തിൽ പോവുകയാ. ഇതാ കൊടുക്കുക കിരീടം കാണിച്ചുകൊണ്ട് പറയുക, ഇത് നീ ഉപയോഗിച്ചുകൊണ്ട് ഇതാ നിനക്ക് കിരീടം നേടാം. പല കിരീടങ്ങൾ. ഇതാ കിരീടം നേടുവാൻ വേണ്ടി ഇവൻ അധ്വാനിക്കുകയാ. ഇവൻ ഉറക്കം വിളയ്ക്കുകയാ. ഇവന്റെ സമയം മുഴുവൻ കളയുക. ഇവന്റെ അപ്പനെ കുറിച്ചുള്ള ഒരു ചിന്ത ഇവനില്ല. ഇവന്റെ സമയം മുഴുവൻ നഷ്ടപ്പെടുത്തുകയാ. ഇതേ ചാനലില് അവന്റെ പഠനം കഴിഞ്ഞു. അവനും കിട്ടി ഒരു കിരീട. അവന്റെ പേരിന്റെ അറ്റത്ത് എഴുതാൻ ഒരു കിരീടങ്ങൾ 1, 2, 3 കിട്ടി. ഇതോടുകൂടെ ജോലി. പണം അവനെ തിരിക്കുകയാ. എങ്ങോട്ടും തിരിക്കുകയാ. പണം അവനെ തിരിക്കുകയാ. ആഫ്രിക്കയെങ്കിൽ ആഫ്രിക്ക, അന്റാർട്ടിക്കയെങ്കിൽ അന്റാർട്ടിക്ക, ദുബായ് എങ്കിൽ ദുബായ്. എവിടെ വേണമെങ്കിലും പണത്തിന് അവനെ കൊണ്ടുപോകാം. അവൻ പറയുന്നു, എനിക്ക് അവിടെ ഒരു ജോലി കിട്ടി. പിശാച് നിന്റെ കോളിങ്ങിൽ നിന്ന് നിന്നെ അകറ്റുന്ന ജോലിയാ ഇവിടെ തരത്തുള്ളൂ.
ഹല്ലേലൂയ. ഇതാ അതോടുകൂടെ അവൻ പണത്തിന്റെ പുറകെ അവൻ പണം വാരാൻ നോക്കുകയാ. എന്നാൽ പിശാച് എളുപ്പമൊന്നും കൊടുക്കത്തില്ല. കുറച്ച് കഷ്ടപ്പെടുത്തിയിട്ടേ ഈ മാമോന്റെ ധനം അവന്റെ കയ്യിൽ കിട്ടത്തുള്ളൂ. തുടർന്ന് അത് കിട്ടിയാൽ ഉടനെ തന്നെ ഇതാ പണം കിട്ടി. ഇനി ജഡമോഹം. ഇതാ അവൻ ജഡമോഹത്തിലൂടെ പോകുമ്പോൾ പിശാചിന് വീണ്ടും അധികാരം കിട്ടി. അവനെ അടിക്കുകയാ, രോഗങ്ങളാൽ അടിക്കുകയാ. ഇതാ രോഗങ്ങളാൽ അടിച്ച് ഇതാ അവനെ കൊണ്ടുപോവുകയാ. ഇതോടുകൂടെ ഇതാ ലോകമോഹങ്ങൾ. ഇവന്റെ സൗഖ്യത്തിന് ഓടി നടക്കുമ്പോൾ തന്നെ ലോകമോഹങ്ങൾ ലോകമോഹങ്ങളിൽ ഓടുകയാ. ഇവിടെയാണ് അവനെ പണത്തിൽ കൊടുക്കുന്നത്. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ.